അതുപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജീവൻ മുക്തൻ്റെ അനുഭവം നിത്യമായിട്ടിരിക്കുമോ? ഇതാണ് ചോദ്യം. ഇത് സാന്ദർഭികമായിട്ട് തന്നെ പറയേണ്ടതാണ്. ആത്മവിചാരം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ഗുരുപദേശത്താൽ എന്തെങ്കിലും ഉപായത്തോടെ സാലംബനം ഓർ നിരാലംബം ബഹിർമുഖമായ ചിത്തത്തിനെ അന്തർമുഖമാക്കി ധ്യാനം സിദ്ധിക്കുന്നുവല്ലോ. ചിലപ്പോൾ ഒരു നിമിഷമായിരിക്കാം സംഭവിക്കുക. ജീവൻ മുക്തനായ ഒരുവന് എല്ലായ്പ്പോഴും സ്വസ്വരൂപാനന്ദം സാധ്യമാണോ? ആരാ ചോദിച്ചിരിക്കണ? ആരുടെയാണ് ചോദ്യം? ചോദിച്ച ആള്. ഒരു ചോദ്യം എഴുതുമ്പോൾ ഒന്നിന് പേര് എഴുതണം, ചോദിച്ചാണെങ്കിൽ പറയണം. അതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ നല്ല ചോദ്യമാണ്. അത് പറഞ്ഞാൽ ചിലപ്പോൾ കൈ പൊക്കുമെന്ന് നോക്കട്ടെ. ചോദ്യം അപ്പോൾ ഒരു ജീവൻ മുക്തന് എല്ലായ്പ്പോഴും ഇത് സാധ്യമാണോ എന്നുവെച്ചാൽ സ്വരൂപത്തിൻ്റെ സ്വഭാവം അഥവാ സ്വരൂപമാണ് ആനന്ദം. അല്ലാതെ ബാക്കി ഉപാസന കൊണ്ടുണ്ടാവുന്ന ആനന്ദമൊക്കെ മനസ്സിൻ്റെയാണ്, വിട്ടു നിന്നുകൊണ്ട് അനുഭവിക്കുന്ന ആനന്ദമാണ്, ജീവഭാവത്തോടു കൂടിയുള്ള അനുഭവിക്കുന്ന ആനന്ദമാണ്. ജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദമാണ് സ്വരൂപം, സ്വരൂപം തന്നെയാണ് ആനന്ദം. അപ്പോൾ ആനന്ദം അതിൻ്റെ നേച്ചറാണ്, അതിൻ്റെ പ്രകൃതിയാണ്, അതിൻ്റെ ഇരുപ്പാണ്. അതുകൊണ്ട് അത് വന്നും പോയും കൊണ്ടിരിക്കുന്നതല്ല, അത് എപ്പോഴും ഉള്ളതാണ്, അത് സത്തയാണ്. അതിനെ മുക്തപുരുഷൻ അറിയുന്നു, അത്രയേ ഉള്ളൂ. ശ്രദ്ധ അതിൽ പോയി അതിനെ അറിയുന്നു. ആ തിരിച്ചറിവ് വരുന്നതോടുകൂടെ ഈ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ഒന്നും അല്ല കാര്യം, അത് എൻ്റെ സ്വരൂപമാണ്, അത് ആനന്ദമാണ്, അത് പൂർണ്ണമാണ്, അതിൽ ഒരു ഏറ്റത്താഴ്വില്ല, അതിലൊരു കുറവുമില്ല, അത് നിത്യനിരന്തരം സ്വയം പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് വാസ്തവത്തിൽ ആ പ്രത്യഭിജ്ഞ വന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. സഹൃദ്വിഭാതോയം ബ്രഹ്മലോക. ഒരിക്കൽ സൂര്യോദയം ഉദിച്ചാൽ ഉദിച്ചത് തന്നെ, പിന്നെ അസ്തമനം ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം, പ്രകൃതി.